അത് അച്യുതാനന്ദന് രാജനറിയാം. ഈ വിഷയം ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഉസ്താദ് പറഞ്ഞല്ലോ ഉദാഹരണം. ഇപ്പൊ പടച്ചു തമ്പുരാന് ഈ കാസർഗോഡുള്ള ഈ ബഷീറിനെ അറിയാം. നേരെ മറിച്ച് അച്യുതാനന്ദനെ ഇപ്പൊ നമ്മ പരിചയപ്പെടുത്തുമ്പോ രാജനെ നമുക്കറിയുന്നു, രാജനോട് നമ്മ പറയുന്നു. ഇതും അതും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? പടച്ചു തമ്പുരാൻ ആരാണ്? കണ്ടനാടിയേക്കാൾ അടുത്തിരിക്കുന്ന പടച്ചു തമ്പുരാനെ ആരെയെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതിലേക്ക് ഈ ദുനിയവിയായ ഭൗതിക ലോകത്ത് നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെയും ജഡ്ജിയുടെയും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പടച്ചു തമ്പുരാന്റെ വിലയെ കുറക്കുകയാണ് ഉസ്താദ് ചെയ്യുന്നത് ഈ അവസരത്തിൽ. അല്ല സഹോദര, ഇസ്തിസ്ഫാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാണ്. നിങ്ങൾ മറക്കാനായിട്ടില്ല. ഇസ്തിസ്ഫാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഒരാളെ ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ശുപാർശ എന്ന വാക്കുപയോഗിക്കാതെയും ശുപാർശ ചെയ്യണേ എന്ന് വാക്കുപയോഗിക്കാതെയും കാര്യം നടത്തുന്ന ആളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ആളോനൊരു നരിയാന്ന് പറയുമ്പോത്തിന് ഓനങ്ങൾ നരിയാക്കാന്നെന്ന് ചാടുക സഹോദര, അതൊക്കെ അലങ്കാരമല്ലേ? അപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് ഉദാഹരണം ഞാൻ പറയാം. അള്ളാന്റെ കാര്യം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി അള്ളാന്റെ മഖ്ലൂക്കല്ലാതെ എന്തുദാഹരണ സഹോദരൻ ഞാൻ പറയേണ്ടത്? അള്ളാന്റെ മഖ്ലൂക്കല്ലാതെ എന്തുദാഹരണം ഞാൻ നിങ്ങളോട് പറയും? അത് ചോദിക്കരുത്. കാരണം ഞാൻ ചോദിച്ചത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ആ രീതിയിൽ, അത് പറയും, പരിചയപ്പെടുത്തേണ്ട ആ രീതിയിലാണ് മനസ്സിലാക്കി അത് പടച്ചു തമ്പുരാനെ കുറിച്ച് ഈ സദസ്സിൽ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് പരിചയപ്പെടാത്ത ആളുടെ മുമ്പിലേ ഈ ശുപാർശ പറയാൻ പറ്റുള്ളൂ എന്നാ. വി എസ് അച്യുതാനന്ദനെ പരിചയമുള്ള ആളാണ് ഞാനെങ്കിലും എന്നെ വി എസ് അച്യുതാനന്ദന് പരിചയമുണ്ടെങ്കിലും രാജൻ എന്ന് പറയുന്നത് പിണറായി രാജനാന്ന് വെച്ചോളി, എന്നാ കാര്യം മനസ്സിലാവും. പിണറായി രാജൻ പാർട്ടി സെക്രട്ടറി, ആ ആളുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, അയാളെ ബന്ധപ്പെട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ അച്യുതാനന്ദന് ബറി. അപ്പൊ പരിചയമുള്ള ആൾക്കും ഉണ്ട് ഒരു ഇസ്തിസ്ഫായ്. പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ആളോ എന്ന് വ്യത്യാസമല്ല. അള്ളാഹുവിന്റെ കാര്യവും അള്ളാന്റെ ദർബാറിലെ ചോദ്യവും ഈ മഖ്ലൂക്കിനോടുള്ള ചോദ്യം പറഞ്ഞല്ലാതെ പരിചയപ്പെടുത്താൻ വേറെ മാർഗമില്ല സഹോദര. ഉദാഹരണം മഖ്ലൂക്കല്ലാതെ വേറല്ല. അപ്പൊ ആ മഖ്ലൂക്കിൽ വെച്ച് രാജാതിരാജനായ റബ്ബിന്റെ സദസ്സിൽ ദർബാറിൽ വെക്കുന്ന ചോദ്യം ഈ സംസ്ഥാനത്തിന്റെ രാജനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി കാഫിറാണ്, നമ്മൾ മുസ്ലിമാണ്, ഈ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി മനുഷ്യനാണ്, അള്ളാഹു സൃഷ്ടാവാണ്, ഈ വ്യത്യാസവുമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ളത് മാത്രമേ ശഫാഅത്തല്ലാതിരിക്കൂ, പരിചയമില്ലാത്തപ്പോഴേ ശഫാഅത്താവുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാ. പരിചയമുണ്ടെങ്കിലും പരിചയമില്ലെങ്കിലും ശഫാഅത്താവും, ആവൂലേ? മുഖ്യമന്ത്രി തമ്പുരാന്റെ അടുത്തേക്ക് മുഖ്യമന്ത്രിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ആരെയാ കുട്ടി ഉപയോഗപ്പെടുത്തുന്നത്? പിന്നെ വേറെ പഠിച്ചാലിന്റെ വിശ്വാസമല്ല. എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനിവിടെ എന്താ എതിര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിവിടെ എന്താണ് എതിര് കുട്ടി? ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതിഹി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. ഖുർആനിന്റെ പരിഭാഷ എന്റെ കയ്യിലുണ്ട്. കെ വി ഉസ്താദിന്റെ പരിഭാഷ, കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷ എന്റെ കയ്യിൽ. അതാണ് കുട്ടിയെ പിഴവ്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ തീരെ വരാത്തത് കൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പരിഭാഷക്കാട് വെച്ചിട്ട് ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നുസ്രത്തുൽ അനാം എന്നൊരു മാസിക ഇവിടെ ഉണ്ടാവും, പുറത്ത് വെക്കാൻ. അവിടെ വെക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാവും. ആ ബുക്ക് അത് നിങ്ങളെ കയ്യിലുണ്ടോ? എന്നാ അതിനെടുത്തിട്ട് പറയുന്നു. ഞാൻ നുസ്രത്തുൽ അനാമിന്റെ ആ കോപ്പി നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാക്കിയതൊക്കെ തിരിയും. ഈ വിഷയം തന്നെ പറഞ്ഞത് കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷ എന്റെ കയ്യിൽ. അതാണ് കുട്ടിയെ പിഴവ്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ തീരെ വരാത്തത് കൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പരിഭാഷക്കാട് വെച്ചിട്ട് ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നുസ്രത്തുൽ അനാം എന്നൊരു മാസിക ഇവിടെ ഉണ്ടാവും, പുറത്ത് വെക്കാൻ. അവിടെ വെക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാവും. ആ ബുക്ക് അത് നിങ്ങളെ കയ്യിലുണ്ടോ? എന്നാ അതിനെടുത്തിട്ട് പറയുന്നു. ഞാൻ നുസ്രത്തുൽ അനാമിന്റെ ആ കോപ്പി നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാക്കിയതൊക്കെ തിരിയും. ഈ വിഷയം തന്നെ പറഞ്ഞത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ശരവർഷമായി മുസ്ലിയാരുടെ നെഞ്ചിലേക്ക് തറച്ചപ്പോ ഉത്തരമില്ല. ഈ വിളിച്ചു തേട്ട് ശിർക്കാണെന്നും അള്ളാഹിനോടാണ് നിങ്ങൾ തേടേണ്ടതെന്നും 3-4 ആയത്തിനോട് ഉദ്ധരിച്ചപ്പോ ഉത്തരം മുട്ടിയ മുസ്ലിയാർ പറയണത്, നിങ്ങൾ ആ ഖുർആൻ വൈദ്യ തഫ്സീറൊക്കെ അവിടെ വെച്ചിട്ട് നുസ്രത്തുൽ അനാം എന്ന് പറഞ്ഞൊരു മാസികണ്ട്, അള്ളാന്റെ ഖുർആന്റെ മുമ്പിൽ ഇവന്റെ നുസ്രത്തുൽ അനാം എന്ന കീറ കിതാബിന് എന്ത് പ്രസക്തിയാണുള്ളത് സഹോദരങ്ങളെ? മനുഷ്യൻ എഴുതി വെക്കപ്പെട്ട ഈ ഖുറാബാത്ത് ന്യായീകരിക്കാൻ വേണ്ടി ഇവരിറക്കുന്ന ഈ കൃതി, അതിൽ ഖുർആന്റെ ആയത്തുണ്ടെങ്കിൽ ഹദീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തെളിവാക്കും. മാസികയിലെ ഈ ആധാരം അത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണെങ്കിൽ നമ്മൾ തെളിവാക്കും. അല്ലാതെ മാസികം വാരികയൊക്കെ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്ന വാദമല്ല. അതിൽ പറഞ്ഞ കാര്യം എന്താണ്? അത് മുസ്ലിയാരുടെ വാദത്തിന് യഥാർത്ഥത്തിൽ അനുകൂലമാണ്, പ്രമാണത്തിനെതിരാണ്.
അതുകൊണ്ടാണ് നോക്കൂ നിങ്ങള് നുസ്രത്തുൽ അനാം മാസികയിൽ 1993 ഇറങ്ങിയ ഒക്ടോബർ മാസത്തിലെ നുസ്രത്തുൽ അനാം മാസിക, അതിലെ ഒരു ഉത്തരം പിന്നെ എന്താ ഉത്തരം കേട്ടോ? സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളകളിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? നരകത്തെക്കുറിച്ച് ഒരു പേടിയില്ലാത്തോണ്ട്, പടച്ചതമ്പുരാനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്തോണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ധൈര്യമായിട്ട് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നുസ്രത്തുൽ അനാം എന്ന ഈ മാസികയാണ് നിങ്ങൾ വായിക്കേണ്ടത്, അത് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ശിർക്കിൽ തന്നെ ജീവിച്ച് നരകത്ത് പോകാനാ. അപ്പൊ അതിന് മുക്തായി സ്വർഗത്തിലെത്തി അള്ളാന്റെ കലാമുണ്ട്. ആ കലാം നമുക്ക് വേണ്ട. ഖുറാനും തഫ്സീറൊക്കെ അവിടെ വെച്ചാളി, അത് വായിച്ച് പഠിച്ചത് ഞങ്ങളെ പേവൂല. അതന്നെ ഞങ്ങൾക്ക് സാധാരണക്കാരോട് പറയാനുള്ളത്. നിങ്ങൾ വിശുദ്ധ ഖുറാന്റെ തഫ്സീർ വായിച്ചോളി. ഇതെങ്ങാനും വായിച്ച കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, പടച്ചോനെ ഇതിൽ മുഴുവൻ മുജാഹിദുകൾക്കുള്ള തെളിവുകളുള്ളല്ലോ. കാരണം എന്താ? അതിൽ മുഴുവൻ മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന വാദങ്ങളാണുള്ളത്. കാരണം ഞങ്ങൾ ഉദ്ധരിക്കുന്നത് പ്രമാണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം മുസ്ലിയാര് വീണ്ടും വീണ്ടും ഈ ചോദ്യകർത്താവിനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഉരുട്ടി വീണ്ടും വിഷമിപ്പിച്ചു നോക്കുകയാണ്. പക്ഷേ ചോദ്യകർത്താവ് ശക്തമായി നേരിട്ടു ആയത്തുകൾ കൊണ്ട്. അവസാനം മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളോട് ഇനി വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ തോറ്റു, അതുകൊണ്ട് നിങ്ങൾ നിർത്തണം എന്നാ പറഞ്ഞത്. കേട്ടോളൂ. പ്രാർത്ഥന നടത്താൻ അള്ളാഹ്ക്ക് നമ്മളെല്ലാം നിങ്ങൾ പ്രാർത്ഥന എപ്പം പഠിക്കുകയാണ്. പ്രാർത്ഥന എന്നാൽ എന്താ? നിങ്ങൾ പറയും പ്രാർത്ഥന എന്നാൽ എന്താണ്? പറഞ്ഞല്ലോ, ഒരു സൃഷ്ടികളോട് നടത്തുമ്പോഴേക്ക് അത് പ്രാർത്ഥന തന്നെ. അള്ളാഹുവിനെ നടത്തുമ്പോഴും പ്രാർത്ഥന തന്നെ. അത് സൃഷ്ടികളോട് നടത്തിയാലും അത് തൗഹീദിന് വിരുദ്ധമായി. അള്ളാഹുവിനോട് നടത്തുമ്പോൾ അത് തൗഹീദായി. എന്താണ്? അതാണ് വിദ്യുതം. അത് നിങ്ങൾ എവിടുന്ന് പഠിപ്പിക്കുന്ന? അതിനെന്താ തെളിവ്? അള്ളാഹിനോട് നടത്തുമ്പോൾ പ്രാർത്ഥന ഇബാദത്തായി, അത് തൗഹീദായി. സൃഷ്ടികളോട് പ്രാർത്ഥന നടത്തിയ ശിർക്കായി എന്നാണ് ഇതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അദ്വാഉ വൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അത് തെറ്റാണ്. അതിന്റെ അർത്ഥം പ്രാർത്ഥന ആരാധനയാണ് എന്നല്ല വാചകത്തിന്റെ അർത്ഥം. അത് പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ സ്വീകരിക്കോ? പരിശോധിക്കുക നിങ്ങൾ. എങ്ങനെ നിങ്ങൾ പരിശോധിക്കുക? ആരെയാ പിന്നെ മാനദണ്ഡം സത്യത്തിന്റെ? പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എന്താണ്? പണ്ഡിതന്മാർ അദ്വാഉ വൽ ഇബാദ എന്ന ഹദീസിനെ വിശദീകരിച്ച് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് നിങ്ങൾ ആരെയാ സ്വീകരിക്കുക? വിശുദ്ധ ഖുർആന്റെ ആയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്. ഇവിടെ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കുന്നാണോ? അല്ലല്ല, നിങ്ങളെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അസ്തജിബ് ലക്കും, ഞാൻ ഉത്തരം ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നു, എന്നെ വിളിക്ക്, ഞാൻ ഉത്തരം ചെയ്യാന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖും പറയുന്നു എന്ന് ഞാനും പറഞ്ഞു. എന്നാൽ അത് തമ്മിൽ എങ്ങനെയാ കൂട്ടിച്ചേർക്കാൻ? നിങ്ങൾ പറയും. കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അതന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? അംഗീകരിക്കാൻ പറ്റൂല. അതാണ് തൗഹീദ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പ്രാർത്ഥിക്കുന്നതാണ് തൗഹീദ് എന്ന് അള്ളാഹ് പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞില്ല, എന്നെ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാന്ന്. അത്ര സ്പഷ്ടമായി. നിങ്ങൾക്ക് എന്താണ് ഖുർആൻ അറിയാം? ഏതാണ് ആ ആയത്ത് എന്ന് അറിയോ? ആ ആയത്തിന്റെ പരിഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? പരിഭാഷ വായിച്ചാൽ പരിഭാഷ വായിച്ചാൽ എന്തേ ഇപ്പൊ കിട്ടിയത്? അത് വായിക്കണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്റെ റബ്ബ് പറഞ്ഞു ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കൽ തൗഹീദാവുന്നു എന്നും എന്നോടല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുന്നു എന്നും അതിന്റെ അർത്ഥാണോ? ആ വാക്കിന്റെ അർത്ഥാണോ? ഇൻതദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യഖൂലു ബിശിർകിക്കും വലാ യുനബ്ബിക മിസ്ലു ഖബീർ. ഇയാളെന്താണ് വേണ്ടത്? എന്താണ് നമ്മളയാളെ വേണ്ടത്? സഹോദരനെ, നിങ്ങളെ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളോട് ഞാൻ തോറ്റു. നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രാർത്ഥനയുടെ ഒരു കാസറ്റ് വിടുന്നു. പ്രാർത്ഥന ഇവിടെ നടന്ന അതേ പ്രാർത്ഥന എന്ന വിഷയത്തെ പറ്റി സംസാരിച്ച ഒരു കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച് കേട്ടിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കുക. നിങ്ങളോട് സംസാരിച്ചാനേ കഴിയില്ല. നിങ്ങൾ വേറെ ചോദിച്ചോളൂ. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റും. ഇനി വേറെ ചോദിച്ചോളൂ. കണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, വെറുതല്ല മുസ്ലിയാക്കന്മാര് സമൂഹത്തോട് പറയാറുണ്ട്, മുജാഹിദിന്റെ സദസ്സിൽ പോയിരിക്കരുത്, കാരണം നിങ്ങൾ പയച്ചു പോകുന്നു. കാരണം എന്താ? പയച്ചു പോകല്ല, നേർമാർഗത്തിൽ എത്തിപ്പെടും. മുസ്ലിയാക്കന്മാര് ഉരുട്ടിവിടുന്ന ഈ ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാകും ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ കേൾക്കുമ്പോ. അതുകൊണ്ട് തന്നെ അത് കേട്ടുകഴിഞ്ഞാൽ ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ടുമുള്ള കൃത്യമായ ഒരു പരിശോധനയാണ് ആ വിശ്വാസിന്റെ ജീവിതത്തിൽ നടത്തുക. ആ പരിശോധനയാണ് മുഖാമുഖത്തിൽ മുസ്ലിയാരോട് സഹോദരൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എന്നോട് പ്രാർത്ഥിക്കുന്നത് തൗഹീദും എന്നോടല്ലാത്തവരോട് പേടിയാൽ അത് ശിർക്കുമെന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഉക്കും, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല, വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാലും മസ്തജാബു ലക്കും, ഒരു ഉത്തരവും ചെയ്യൂല. മാത്രമല്ല
വിശുദ്ധ ഖുർആൻ തന്നെ തൊട്ടു താഴെ പറയുകയാണ് എന്ത് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നത് തൗഹീദിന് വിരുദ്ധമാണെന്നും അത് ശിർക്കാണെന്നും ഒറ്റ ആയത്തിൽ തെളിവാണ്. അത് മുസ്ലിയാർക്ക് അറിയാം. അതിന്റെ അർത്ഥം കണ്ട് പറഞ്ഞാൽ മതി, ആളുകൾക്ക് അത് തിരിയും. അപ്പൊ പിന്നെ ചിരിച്ചിട്ട് പറയാണ്, എന്താ ഇപ്പൊ നമുക്ക് വേണ്ടത്, എന്താ ഈ കുട്ടിനെ വേണ്ടത്? ഓന് തൗഹീദും ശിർക്കും ഞങ്ങൾ ഇറക്കിയൊരു സീഡുണ്ട്, അത് കേട്ട് പഠിച്ചോ, ഇനി മുണ്ടാൻ പറ്റൂല, എന്നോട് ഞാൻ തോറ്റു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവര് മൗലാന എന്ന് മുന്നിലൊക്കെ കൊടുത്തിട്ട് വലിയ നീണ്ട പേരൊക്കെ കൊടുക്കുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട് ഈ മൗലാന എന്ന് പറഞ്ഞാൽ എന്തോ കാര്യമായിട്ട് കയമ്പുള്ളൊരു പേരാണ്, തനിച്ച വിഡ്ഢികൾക്ക് പറയുന്ന പേരാണെന്ന് ഇപ്പൊ മനസ്സിലായി. മൗലാന എന്ന് പറഞ്ഞ് കേരളത്തില് ആരും നടത്താത്ത നേർക്കുനേർ പരിപാടി ഞാൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മൗലാനയാണ് ഇപ്പൊ. ഈ മൗലാനയുടെ അവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇട്ട്